ആന എഴുന്നള്ളത്തിൽ കർശന മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി ഹൈക്കോടതി. പൊതുവഴിയിൽ രാവിലെ 9 മണിക്കും വൈകിട്ട് 5 മണിക്കും ഇടയിൽ ആനകളെ എഴുന്നള്ളിക്കരുത്. തുടർച്ചയായി 3 മണിക്കൂറിൽ കൂടുതൽ ആനയെ എഴുന്നള്ളത്തിൽ നിർത്തരുതെന്നും ഹൈക്കോടതി. മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ എഴുന്നള്ളത്തിന് ജില്ലാതല സമിതി അനുമതി നൽകരുതെന്നും ഡിവിഷൻ ബെഞ്ച് അറിയിച്ചു. ആന എഴുന്നള്ളത്തിൽ അമിക്കസ് ക്യൂറി മുന്നോട്ട് വെച്ച ശുപാർശകൾ ഉൾപ്പെടെ അംഗീകരിച്ചാണ് കർശന നിർദ്ദേശമടങ്ങിയ മാർഗരേഖ ഇടക്കാല ഉത്തരവായി ഹൈക്കോടതി പുറത്തിറക്കിയത്. പൊതുവഴിയിൽ രാവിലെ 9 മണിക്കും വൈകിട്ട് 5 മണിക്കുമിടയിൽ ആനകളെ എഴുന്നള്ളിക്കരുത്. തുടർച്ചയായി 3 മണിക്കൂറിൽ കൂടുതൽ ആനയെ എഴുന്നള്ളത്തിന് നിർത്താൻ പാടില്ല. 2 എഴുന്നള്ളത്തുകൾക്കിടയിൽ ആനയ്ക്ക് കുറഞ്ഞത് 3 ദിവസമെങ്കിലും വിശ്രമം നൽകണം. ആനയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച ഫിറ്റ്നസ്, ഹെൽത്ത് സർട്ടിഫിക്കറ്റ് എന്നിവ ജില്ലാതല സമിതി ഉറപ്പാക്കണം. ഭക്ഷണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ സംഘാടകർ സമിതിയെ ബോധിപ്പിക്കണം. എഴുന്നള്ളത്തിന് ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം പാലിക്കണം. ദിവസം 30 കിലോമീറ്ററിൽ കൂടുതൽ ആനകളെ നടത്തിക്കരുത്. ആനയും തീവട്ടിയും തമ്മിൽ 5 മീറ്റർ ദൂരപരിധി വേണം. ജനങ്ങളും ആനയും തമ്മിൽ 8 മീറ്റർ ദൂരപരിധി ഉറപ്പാക്കണം. ബാരിക്കേഡ് സംവിധാനം ഉണ്ടാക്കണം. മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്ത എഴുന്നള്ളത്തുകൾക്ക് ജില്ലാതല സമിതി അനുമതി നൽകരുത്. രാത്രി 10 മുതൽ രാവിലെ 4 മണി വരെ ആനയെ യാത്ര ചെയ്യിക്കരുത്. ദിവസം 6 മണിക്കൂറിൽ കൂടുതൽ വാഹനത്തിൽ ആനയെ കൊണ്ടുപോകരുത്. ദിവസം 125 കിലോമീറ്ററിൽ കൂടുതൽ ആനയെ യാത്ര ചെയ്യിക്കരുത്. ആനയെ കൊണ്ടുപോകുന്ന വാഹനത്തിന്റെ വേഗം 25 കിലോമീറ്ററിൽ താഴെയാകണം എന്നിങ്ങനെയാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ. കൂടാതെ എലഫന്റ് സ്ക്വാഡ് എന്ന പേരിൽ ആളുകളെ നിയോഗിക്കരുതെന്നും ക്യാപ്ചർ ബെൽറ്റ് ഉപയോഗിക്കരുതെന്നും വിവിധ ദേവസ്വങ്ങൾക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. വെടിക്കെട്ട് സ്ഥലവും ആനയും തമ്മിൽ 100 മീറ്റർ ദൂരപരിധി വേണമെന്നും 24 മണിക്കൂറിൽ കുറഞ്ഞത് 8 മണിക്കൂർ വിശ്രമമെങ്കിലും ആനയ്ക്ക് ഉറപ്പാക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. ജനം, കൊച്ചി.